കണ്ണേട്ടാ ഇപ്പൊ എവിടം വരെ പണി? ഇതിപ്പോ നമ്മളെ രണ്ട് ബെൽറ്റാണ് വരുന്നത്. ഇതിപ്പോ എഞ്ചിൻ ബാലൻസിന്റെ ബെൽറ്റാണ്. ഫിറ്റ് ചെയ്തിട്ട് വേണം മറ്റേ ടൈമിന്റെ ബെൽറ്റ് ഇടാനായി. അപ്പൊ എത്ര ബെൽറ്റ് വരും? രണ്ട് ബെൽറ്റ് വരും. രണ്ട് ബെൽറ്റ് വരുന്നുണ്ട് അല്ലേ? അപ്പൊ അതിന്റെ ടെൻഷനാണ് ഇത്. ഇതാ ഓക്കെ ഓക്കെ. ഇത് നമ്മുടെ പുതിയത് വാങ്ങിച്ചല്ലേ? പുതിയത് മേടിച്ച്. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ഫിറ്റ് ചെയ്തിട്ട് വേണം മറ്റേ ബെൽറ്റ് ഇടാൻ വേണ്ടിട്ടല്ലേ? അപ്പൊ ബാക്കി എല്ലാ പുള്ളികളും മാറിയപ്പോ? ഇല്ല, പുള്ളികൾ നമുക്ക് അത് ഔട്ട് സൈഡ് വരുന്നത്. ഔട്ട് സൈഡാ വരുന്നത്. ഇത് ഫിറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് അത് മാറിയാൽ മതി അല്ലേ? ഓക്കെ. എഞ്ചിൻ ബാലൻസിന്റെ ബെൽറ്റ് മാറി കഴിഞ്ഞു. പിന്നെ ഇത് ടൈം ബെൽറ്റ് അത് മാറാൻ പോണ്. പിന്നെ എഞ്ചിൻ ബാലൻസിന്റെ ടെൻഷനർ മാറിയിട്ടുണ്ട്, ഓൾറെഡി മാറിയിട്ടുണ്ട്. മാറാനുള്ളത് ടൈം ബെൽറ്റിന്റെ 2 ഐഡ്ലർ, പിന്നെ അതിന്റെ ടെൻഷനർ അല്ലേ? ടെൻഷനർ ഇത് ഇത് ടെൻഷനർ ലോഡ് ചെയ്യുന്നല്ലേ? ഇത്ര നമ്മൾ ഇനി മാറാൻ പോകുന്നത്. ബെൽറ്റ് മാറണം. പഴയ ബെൽറ്റിന്റെ കണ്ടീഷൻ എങ്ങനെയുണ്ട്? പഴയ ബെൽറ്റ് 1 ലക്ഷം കഴിഞ്ഞല്ലോ. 1 ലക്ഷം കഴിഞ്ഞു. റിപ്ലേസ് ചെയ്യാറായി. ചെറിയ ക്രാക്ക് വന്നിട്ടുണ്ടല്ലേ? പക്ഷെ കറക്റ്റ് ടൈമാ, അല്ലെങ്കിൽ പണി കിട്ടിയാൽ ടൈം ബെൽറ്റ് മാറുന്നതിന് മുൻപായിട്ട് തന്നെ അതിലെ പുള്ളികളിലെയും അതേപോലെ തന്നെ ഗ്യാപ്പ് ഭാഗത്തൊക്കെ ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നല്ല ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എയർ വെച്ച് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. ഇതിലിപ്പോൾ പജീറോ സ്പോർട്ടിൻ്റെ ടൈമിംഗ് മാർക്ക് വരുന്നത് ഇത് ബാലൻസറാണ്, എഞ്ചിൻ ബാലൻസറാണ്. അതിൻ്റെ മാർക്ക് വരുന്നത് കണ്ട, ഇവിടെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ആ കട്ടിങ്ങും ഉള്ളിൽ കണ്ട ഒരു ഡോട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ഗ്രൂപ്പ് പോലെ. അതിൻ്റെ രണ്ടിനും നേരെ വരണുണ്ടോ മാർക്ക്? അതല്ലേ? റോസ് നിറം അത് കണ്ട, ആ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അവിടെ. പിന്നെ അതുമാതിരി ഇവിടെയും ഒരു ഡോട്ട് കൊടുത്തിട്ടുണ്ട് കണ്ട, റോസ് കളറും ഇവിടെ ഒരു ഡോട്ട് കണ്ട, അതും നേരെ വരണം. പിന്നെ ക്രാങ്കിന്റെ ഇവിടെ ഒരു ഡോട്ട് കൊടുത്തിട്ടുണ്ട് കണ്ട, അതിനകത്താട്ടല്ലേ? അവിടെ ഒരു ഡോട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തൊരു ഡോട്ട് കൊടുത്തിട്ടുണ്ട്, അതിനപ്പുറത്തും കൊടുത്തിട്ടുണ്ട്. അതന്നെ അതിന്റെ ഉള്ളിലാണത്. മിറർ വെച്ച് നോക്കിയാൽ കാണാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ അതിന്റെ മാർക്ക് വെച്ചിട്ട് വേണം ഈ ബെൽറ്റ് മാറാൻ. ഇത് എഞ്ചിൻ ബാലൻസ് ഉണ്ട്, അതുമാതിരി ടൈമിങ് വരുന്നുണ്ടല്ലേ? ടൈം ബെൽറ്റ് മാറാനും മുന്നായിട്ടേ നമുക്ക് ഈ ഐഡ്ലർ റീപ്ലേസ് ചെയ്യണം. ഈ രണ്ടെണ്ണം അല്ലേ? റീപ്ലേസ് ചെയ്തിട്ട് വേണം നമുക്ക് ബെൽറ്റ് ഇടാനായിട്ട്. 2 ഊരെടുത്ത് മാറിയാണ് പറ്റുള്ളൂ. എത്ര ഐഡ്ലർ വരുന്നുണ്ട് എഞ്ചിൻ്റെ? ഇതിപ്പോൾ ഞാൻ പറയാം, 1 2 3 4 5 എണ്ണം വരുന്നുണ്ട്. മൊത്തം 5 എണ്ണം വരുന്നുണ്ടല്ലേ? ടെൻഷനർ അടക്കം. മറ്റേ ബാലൻസ്, എഞ്ചിൻ ബാലൻസിന്റെ ഒപ്പം ഒരെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ബാക്കിയുള്ള 4 എണ്ണമാണ് ഇരിക്കുന്നത്. ഇത് ടെൻഷനർ അല്ലേ? ഇത് ടെൻഷന്റെ ലോഡ് കൊടുക്കുന്നല്ലേ? ഓക്കെ. നേരെ നമുക്ക് റിപ്ലേസ് ചെയ്യാനുള്ള ടെൻഷനർ നമുക്ക് അയക്കാട്ടോ. അതൊക്കെ നാശമായോ? സൗണ്ട് ഉണ്ടല്ലേ? ഉല്ലാസയുടെ കണ്ടീഷൻ മോശമാണ്. സൗണ്ട് ഉണ്ടോ? ഷെയ്ക്ക് ഉണ്ടല്ലേ? ഉണ്ടല്ലേ? കിളിക്കം. അങ്ങനെ മച്ചന്മാരെ നമ്മൾ ഐഡ്ലർ പുള്ളിയും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ട് റിപ്ലേസ് ചെയ്ത് പഴയതെടുത്ത് കളഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് വേണം ടെൻഷനർ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഈ ടെൻഷനർ ഫിറ്റ് വേണം ബെൽറ്റ് ഇടാനായിട്ട്. ടൈം ബെൽറ്റ് ആദ്യം ടെൻഷനർ നമ്മൾ ഫിറ്റ് ആക്കാൻ പോകും. ഓയിൽമയൊക്കെ ലാസ്റ്റ് ക്ലീൻ ചെയ്യാൻ പറ്റുമോ? അതോ ഏതാ ഇതിനിടയ്ക്കുള്ള ഓയിൽമയൊക്കെ അത് ജസ്റ്റ് നമുക്ക് ജസ്റ്റ് ക്ലീൻ ചെയ്ത് വിടാം. ക്ലീൻ ചെയ്ത് വിട്ടാൽ മതി അല്ലേ? പോവില്ലേ? ഇത് ഹെഡിൽ മറ്റേ വാൽവിൽ പോയിട്ട് താഴത്തേക്ക് വന്നിട്ടുള്ള അല്ലേ? അത് പേടിക്കാനുള്ള ഒന്നാണ്. അത് അല്ല, ഇപ്പൊ നമ്മളെന്തെങ്കിലും റീപ്ലേസ് ചെയ്യുന്നുണ്ട്. റീപ്ലേസ് ചെയ്യുന്നുണ്ട്. എന്നാലും ഇത് പേടിക്കാനുള്ളതായിരുന്നു. അത് ഞാൻ പേടിക്കാനുള്ള മൈന്യൂട്ടായിട്ടുള്ളൂ ഒരു എന്താ പറയാ 10% അത്രയൊക്കെ ഉള്ളൂ അല്ലേ? ഓക്കെ. നമ്മളിപ്പോൾ ടൈം ബെൽറ്റ് ഇടാൻ പോണ്. ബാലൻസറിന്റെ ബെൽറ്റ് ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ടെൻഷനർ ആയിട്ടുള്ളവർക്ക് പ്രത്യേകിച്ച് ഇനി ബെൽറ്റ് ഇടുന്നുണ്ട് കേട്ടോ. പഴയതായിരിക്കുമല്ലേ ഇപ്പൊ നമ്മള്? ഇത് ടൈം ബെൽറ്റിന്റെ ഐഡ്ലർ പുള്ളി അല്ലേ? ഇത് മറ്റേ ബാലൻസറിന്റെ ടെൻഷനർ ഇതല്ലേ? ബാലൻസറിന്റെ ബെൽറ്റ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ടൈം ബെൽറ്റിന്റെ ബെൽറ്റും ഇത് ബെൽറ്റ്, ഇത് ടെൻഷനർ, ഇത് എ സി ബെൽറ്റ് അല്ലേ? അതിന്റെ ടെൻഷനർ കൂടി
ലോഡാക്കുന്ന സാധനം അല്ലേ? ഇതൊക്കെ നമ്മൾ പുതിയ തന്നെ ഇട്ടു അല്ലേ? ഇപ്പോൾ എല്ലാം പുതിയതാക്കിയിട്ട് നമുക്ക് എഞ്ചിൻ പുള്ളി ഇട്ടിട്ട് വേണം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എഞ്ചിൻ പുള്ളി ഇടണം അല്ലേ? അല്ലെങ്കിൽ ബെൽറ്റ് ചാടി പുറത്തേക്ക് വരും. ചാടി പുറത്തോട്ട് വരും അല്ലേ? അതാണ് ഇപ്പോൾ ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലല്ലേ, ഇത് പഴിച്ചിട്ട് വേണം പുള്ളി ഇടാനായിട്ട്. ഇത് പുതിയത് ഇടുന്നത് അല്ലല്ലേ, എഞ്ചിൻ പുള്ളി പഴയ തന്നെ, വണ്ടി തന്നെ. ഓക്കെ, അത് നമുക്ക് മാറ്റണ്ട. ഇല്ല, അതിന് കുഴപ്പമില്ല, വേറെ കംപ്ലൈന്റ് ഒന്നും. വേറെ കുഴപ്പമൊന്നുമില്ല. ഇതാണ് എഞ്ചിൻ പുള്ളി കാണിച്ചു കൊടുത്തു. ഓക്കെ, പുള്ളി അല്ലേ? ഇതൊക്കെ പുതിയത് എന്ത് റേറ്റ് വരും ഇങ്ങനെ? ഇതൊക്കെ ഒരു 6000 ആ റേറ്റ് വരുള്ളൂ അല്ലേ? ഈ പാർട്സ് തന്നെ ഒറിജിനൽ. ഇത് കംപ്ലീറ്റ് വരാൻ ചാൻസ് ഇല്ലല്ലേ? ഇതൊന്നും അങ്ങനെ വലിയ കംപ്ലൈന്റ്. ഡാമർ ഉള്ളിൽ വല്ല റബ്ബർ പാർട്സ് എന്തെങ്കിലും കംപ്ലൈന്റ് വരുള്ളൂ. വരത്തുള്ളൂ അല്ലേ? സെന്ററിലെ ആ റബ്ബർ പാർട്സ് വരുന്നുണ്ട്. കംപ്ലൈന്റ് വരുള്ളത് ഉള്ളല്ലേ? ഗ്രീസ് ഇട്ട് കൊടുക്കും അല്ലേ? അപ്പോൾ ഇത് ഫ്രീ ആവും അല്ലേ? നേരത്തെ പിടിച്ചതിന്റെ ഓപ്പോസിറ്റ് ഇടാ. ഇല്ല, വണ്ടിയുടെ ടൈമിംഗ് മാർക്ക് ചെക്ക് ചെയ്യുന്ന നമ്മൾ ആദ്യം പറഞ്ഞ സംഭവം അല്ലേ? നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ലോ. അതുകൊണ്ട് മിറർ വെച്ച് നമ്മൾ നോക്കണം അല്ലേ? സ്റ്റാർട്ട് നോക്കാം. എല്ലാം സെറ്റ് ആയിട്ടുണ്ടല്ലേ? നമ്മളിപ്പോ എല്ലാം ടൈം ബെൽറ്റ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്ത് നോക്കാറായോ? ഓക്കെ, അപ്പൊ അതിന് കവറും കാര്യങ്ങളും നമുക്ക് മതി, ലാസ്റ്റ് മതി അല്ലേ? ഓക്കെ, നമ്മുടെ ചെറുക്കനെ ഓണാക്കാൻ പോകണ്ട. ഇപ്പൊ എത്ര ദിവസമായി? 3 ദിവസം അല്ലേ? അപ്പൊ സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് നീങ്ങോട്ടോ. ഇനി എന്താ ചെയ്യാൻ പോണേ? ഇപ്പൊ ടൈമിംഗ് കഴിഞ്ഞു. സ്റ്റാർട്ടാക്കി. പിന്നെ നമ്മൾ ഈ കവറും ലോവർ കവറും അപ്പർ കവറും പിടിപ്പിക്കാൻ പോണം അല്ലേ? ഇത് ത്രെഡ് ലോക്കർ എന്ന് പറഞ്ഞാൽ ബോൾട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ലൂസായി പോയില്ല. എന്താ ഒഴിക്കണം? കെമിക്കലോ? കെമിക്കലല്ലേ, ത്രെഡ് ലോക്കർ എന്ന് പറഞ്ഞൊരു ലിക്വിഡാണ്. ത്രെഡ് പെട്ടെന്ന് കഴിഞ്ഞ് പറഞ്ഞിരിക്കാനായിട്ട് അത് ലൈറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നു. അപ്പൊ ഇത് ഇനി അടുത്ത ഇതില് ടൈം ബെൽറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പോരും. അത് ലിവറേജ് അയക്കുന്നുള്ളൂ. അങ്ങനെ മച്ചാൻ വരെ നമ്മൾ ഇന്നലെ ലെയ്തി കൊടുത്ത നമ്മുടെ അപ്പറാമും ലോറാമും അതിന് ബുഷ് അടിക്കണമായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ 4 ഡിസ്ക് ബ്രേക്കിൻ്റെയും റൗട്ടർ വന്നിട്ട് പോളിഷ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്തായാലും നമുക്ക് നോക്കാം. സത്യം പറഞ്ഞ മച്ചന്മാരെ നമ്മൾ ഇത്രയും ഒരു പെർഫെക്ഷൻ ഞാൻ വിചാരിച്ചില്ല. നല്ല രീതിയിൽ തന്നെ ആൾ നമുക്ക് ബുഷും കാര്യങ്ങളും അതേപോലെ ഡിസ്ക് റൗട്ടർ ആണ് നല്ല രീതിയിൽ തന്നെ സെറ്റ് തന്നിട്ടുണ്ട്. ബൂട്ട് പൊട്ടിണ്ടായിരുന്നില്ല, ആക്സിൽ ബൂട്ട് നമ്മളിപ്പോ റീപ്ലേസ് ചെയ്തു. പിന്നെ ബെയറിംഗിന് മൊത്തം ഡസ്റ്റ് ആയിരുന്നു, അത് മൊത്തം ക്ലീൻ ചെയ്ത് ഇപ്പൊ ബെയറിംഗ് സെറ്റ് ചെയ്തിട്ട് നമ്മള് പുതിയ ബൂട്ട് സെറ്റ് ചെയ്യാൻ പോലെ. നമ്മുടെ ഇതിന്റെ നേരത്തെ ബൂട്ടിന്റെ കണ്ടീഷൻ ഒന്ന് കാണിക്കാൻ പറ്റുമോ? അത് ഫുള്ള് കണ്ട ഡസ്റ്റ് ഉള്ളിൽ കയറിയിട്ട് ഫുള്ള് നാശമായല്ലേ? പുതിയ ബൂട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് ഓയിലായിട്ട് മിക്സ് ആയിട്ടുണ്ട്? അത് ഗ്രീസാണ്? അത് മിക്സ് ആവില്ല അല്ലേ? ഓക്കെ, എന്താ ഇനി ചെയ്യാൻ പോണേ? കയറ്റാൻ പോകണല്ലേ? ആ വാഷ് അതിന്റെ ലോക്കാന്ന് തോന്നുന്നു. അങ്ങനെ വേറെ ലോക്ക് ഉണ്ട്. നമ്മളിപ്പോ കുറച്ച് ഗ്രീസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കേറ്റാം. സൗണ്ട് സാധനങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവില്ലല്ലേ? മറ്റേ കരയണ സൗണ്ട് ഒക്കെ അല്ലേ? കരകര സൗണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലേ? സെറ്റ് ഇങ്ങനൊക്കെ എല്ലാം കീറ്റിണ്ട്. ഇങ്ങനൊക്കെ ലോക്ക് ഇടാം. ഇതാ ലോക്കല്ലേ? ഓക്കെ. അതിട്ടാ ആക്ച്വലി ഉരുപ്പില്ലെന്നാണ്. ഉരുവില്ല ഇവിടെ ലോക്ക് ഇങ്ങോട്ട് വലിയ ബാക്കിക്ക് വലിയ ഇവിടെ സെറ്റ് ആയി നിന്നോളൂ. നമ്മള് ലോക്ക് ഇട്ടുണ്ട്. നമ്മുടെ ഷോക്ക് മുമ്പ് ലീക്ക് ഉണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡ്, അതിപ്പോ റീപ്ലേസ് ചെയ്തു. പുതിയിട്ട് നമ്മൾ അസംബിൾ ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ കയറ്റാൻ പോലെ. പിന്നെ അപ്പറാമും ലോറാമും ബുഷ് അടിച്ചിട്ടുണ്ട്. പുതിയ ബുഷ് അടിച്ചിട്ടുണ്ട്. അപ്പൊ അത് അസംബിൾ ചെയ്യാൻ പോലെ. ലെഫ്റ്റ് സൈഡ് കയറ്റാൻ പോയി. ഈ സൈഡ് ബുഷ് അടിച്ച് കഴിഞ്ഞിട്ടാ. എവിടെ? ബുഷ് നമ്മുടെ പുതിയതല്ലേ? പുതിയത് ബുഷ് അടിച്ച് ഈ സൈഡ് കയറ്റാൻ പോവാ. നമുക്ക് ഓരോന്നായിട്ട് കയറ്റാം. ലോറാമേറ്റ അല്ലേ? ഓക്കെ.
അടുത്ത അപ്പുറമല്ലേ? ആ നമ്മളെല്ലാം കയറ്റി വെച്ച് നീങ്ങിട്ട് ടൈറ്റ് ചെയ്താൽ മാത്രം ടൈറ്റ് ചെയ്താൽ മാത്രം മതി അല്ലേ? അങ്ങനെ നമ്മുടെ കാലിബറിൻ്റെ സെറ്റ് വന്നിട്ട് ആക്സിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. അപ്പം മച്ചന്മാരെ ഞാൻ വീഡിയോയിൽ കാര്യങ്ങളൊക്കെ വലിച്ച് വലുതാക്കാത്ത വേറെ ഒന്നും കൊണ്ടുമല്ല, കണ്ടിരിക്കാൻ നിങ്ങൾക്കത് ഭയങ്കര മടുപ്പായിരിക്കും. അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഈ പണി കഴിഞ്ഞിട്ടില്ല. സ്റ്റേ ട്യൂൺ.